നമസ്കാരം. UK ഡ്രൈവിംഗ് ലെസൺസിന് വരുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് എത്ര ലെസൺ എനിക്ക് എടുക്കേണ്ടി വരും ടെസ്റ്റ് പാസ്സാവാൻ എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഇത് സത്യത്തിൽ DVSAയുടെ ഒരു റിസർച്ച് പറയുന്നതെന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ഒരാൾ ആദ്യമായി പഠിക്കുന്ന ഒരാൾ 30 to 40 മണിക്കൂറെങ്കിലും ലെസൺസ് എടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആദ്യമായി പഠിക്കുന്ന ഒരാൾക്കാണ്. ഇനി ഇത് വേരീസ് ആണ്. 40 എന്നുള്ളത് 70 ലെസൺ വരെ 70 മണിക്കൂർ വരെ പോകുന്നവരുണ്ടാവും, ചിലപ്പോൾ 20 മണിക്കൂറിൽ തീർത്തവരും ഉണ്ടാവും. അപ്പോൾ അത് ഡിപ്പെൻഡ്സ്. പക്ഷേ നമ്മൾ ഈ നാട്ടിൽ നിന്നും പഠിച്ചിട്ട് വന്നവരാണെങ്കിൽ നമുക്ക് ലെസൺസ് സ്റ്റിൽ ആവശ്യം തന്നെയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ്സാണ്. നമ്മൾ ടെസ്റ്റിന് പോകുമ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് റൂൾ എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ എപ്പോഴും നമ്മുടെ ഹാബിറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ലെസൺ വേണ്ടി വരുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1000 പൗണ്ടിൽ കൂടുതൽ ചിലവാക്കി 4 ടെസ്റ്റ് 5 ടെസ്റ്റ് എഴുതി അവസാനം പാസ്സായ ഒരാളുണ്ട്. 500 പൗണ്ടിൻ്റെ ഉള്ളിൽ ലെസൺസ് കൂടുതലെടുത്ത് ഒറ്റ ടെസ്റ്റിൽ പാസ്സായവരെ എനിക്കറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം വളരെ സിമ്പിളാണ്. 30 പേര് പഠിക്കുന്നൊരു ക്ലാസ് റൂമാണെന്ന് വയ്ക്കുക. ഈ 30 പേര് പഠിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ ഒരിക്കലും എല്ലാവരും ഒരേപോലെ പഠിക്കില്ല. സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും ഓരോ സ്കില്ലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ ആലോചിക്കേണ്ടത് മറ്റുള്ളവൻ, ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളവൻ പറയുകയാണ് എനിക്ക് 5 ലെസണിൽ ഞാൻ പാസ്സായി, ചിലപ്പോൾ മറ്റൊരാൾ പറയും ഒരു ടെസ്റ്റിലൊന്നും ഒരിക്കലും ആരും പാസ്സാവാറില്ല, 3 ടെസ്റ്റൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡായി നമ്മൾ മെൻ്റലി ഫെയിലാവാൻ പ്രിപ്പയർ ആവുകയാണ്. അതല്ലെങ്കിൽ 5 ലെസൺ മതി എന്ന് പറഞ്ഞ് ഓവർ കോൺഫിഡൻ്റായി ടെസ്റ്റിൽ പോയി ഫെയിൽ ആവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാളും ബെസ്റ്റ് ആസ് എൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ, ഞാൻ ഓടിക്കുമ്പോൾ എൻ്റെ ഇൻസ്ട്രക്ടർ അധികം കുറ്റവും അല്ലെങ്കിൽ മൈനേഴ്സും മേജേഴ്സും ഒന്നും പറയുന്നില്ല, എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് യു ആർ റെഡി. അതാണ് എൻ്റെ സംഗതി. അപ്പോൾ എത്ര ലെസൺ എന്നുള്ള ഒരു ചോദ്യം സത്യത്തിൽ പ്രസക്തിയില്ല. നമ്മൾക്ക് എത്ര ലെസൺ വേണമെന്നുള്ളത് നമ്മൾ ഓടിക്കുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാകും. അത് ആരുടെയും അഭിപ്രായത്തിന് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നിങ്ങൾ ലെസൺസ് എടുക്കുമ്പോൾ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം കൂടെ പറയാം. ടെസ്റ്റ് എടുക്കാനായി നിൽക്കുന്നവരാണെങ്കിലും അല്ലാത്ത റെഗുലറായ ലെസൺസ് എടുക്കുന്നവരാണെങ്കിലും ഒരുമിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വീക്കെൻഡിൽ 2 ദിവസം എനിക്ക് പറ്റും ടെസ്റ്റ് ലെസൺസ് എടുക്കാൻ. ഓക്കെ, മച്ച് ബെറ്റർ. കാരണം ഒരു കണ്ടിന്യൂഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ടെസ്റ്റിന് പോകുന്നവരാണെങ്കിൽ എപ്പോഴും കഴിയുന്നത്, ഇപ്പോൾ ചിലർക്ക് വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, ഇൻസ്ട്രക്ടേഴ്സ് തന്നെ നിങ്ങളോട് കാര്യം പറയും, നിങ്ങൾക്കറിയാം അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ചിലർക്കറിയാം ഒരു 50-50 ആണ്. നമ്മളിപ്പോൾ ഒരു മോക്ക് ടെസ്റ്റിനൊക്കെ പോകുമ്പോഴും നമുക്കറിയാം ചെറിയ ഫോൾസുകൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസിക്യൂട്ടീവ് ലെസൺസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മൾ അടുപ്പിച്ചുള്ള ലെസൺസ് എടുക്കുക. അപ്പോൾ പ്രത്യേകിച്ച് എക്സാം അടുത്ത് വരുമ്പോൾ, ഇപ്പോൾ ഒരു ടെസ്റ്റ് വരുന്ന സമയമാകുമ്പോൾ ഒരു കണ്ടിന്യൂസ് ഒരു 3 ദിവസം നമ്മൾ പ്രാക്ടീസും ചെയ്ത് അടുത്ത ദിവസം ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും. നമ്മൾ ആ കറക്റ്റ് ആ ഒരു സോണിലായിരിക്കും, നമ്മൾ ചെയ്യേണ്ട എല്ലാം കൃത്യമായ ഓർമ്മയുണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് നല്ലൊരു ഹൈ പാസ് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം നോക്കുക. നല്ല ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ സുഖകരമായി ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ടെസ്റ്റുകൾ പാസ്സാവാം. സോ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഇടയ്ക്കൊക്കെ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.